എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയൊരു പോക്കറ്റ് ഷവർമയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഫ്താറൊക്കെ അല്ലേ, അപ്പോൾ ഇഫ്താറിന് നമുക്ക് നല്ല സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ചിക്കൻ പീസസിലേക്ക് 2 സ്പൂൺ തൈര്, അല്പം ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ നല്ലപോലെ പേസ്റ്റ് ആക്കിയതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു വെജിറ്റബിൾ ഓയിലിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യരുത്, നല്ലൊരു സോഫ്റ്റ്നെസ്സോടുകൂടി നമുക്ക് ഷവർമയിലൊക്കെ കഴിക്കാൻ കിട്ടുന്ന പോലെ സോഫ്റ്റ്നെസ്സോടുകൂടി ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാതെ ഒരു ഷാലോ പോലെ തന്നെ ഒരു ഫ്രൈ ചെയ്ത് നല്ലതുപോലെ ഒരു സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിനി എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ്സ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ നോർമൽ ബ്രെഡ് കുറച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി സൈസിലുള്ള പോക്കറ്റ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടിഞ്ഞു പോകാതെ, ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബ്രെഡ് കുറച്ച് ഡ്രൈ ആണ്, അപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ ആ പ്രശ്നമില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് നല്ല സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ ഞാൻ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അതേപോലെ വീട്ടിലുള്ള എന്തെങ്കിലും വട്ടത്തിലുള്ളത് വെച്ചിട്ട് തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഇനി സെപ്പറേറ്റ് കട്ടറൊന്നും വാങ്ങേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് പോക്കറ്റ് കുറച്ച് നല്ലൊരു ഭംഗിയാക്കാൻ വേണ്ടി ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ചെയ്തെടുക്കണമെന്നില്ല, കറക്റ്റ് സ്ക്വയർ ബോക്സ് പോലെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യൊന്നും വേണ്ട, നേരെ അത് ഞാൻ ലാസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം. അതായത് സാധാ ബ്രെഡിൻ്റെ അതേ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ അരിക് മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന അരികൊന്നും കളയേണ്ട കാര്യമില്ല. അത് നമുക്ക് ബ്രെഡ് ക്രംസിന് വേണം ലാസ്റ്റ് കോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ട് എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 എണ്ണം ഇതേപോലെ കൂട്ടി വെച്ച് അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അത് ഓൾറെഡി അത്ര ഡ്രൈ അല്ലാത്തതുകൊണ്ട് നമ്മൊന്ന് ജസ്റ്റ് കൈവച്ച് പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ. എല്ലാത്തിൻ്റെ സൈഡ്സിലും ഒന്ന് വെള്ളം മുക്കിങ്ങായിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് നല്ലതുപോലെ സൈഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് തയ്യാറാക്കാം. ഞാനിവിടെ 2 മുട്ടയും 1 സ്പൂൺ കോൺഫ്ലവറും കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഓപ്ഷണലാണ്, പക്ഷേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും നമുക്ക്. അതുകൊണ്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ലിക്വിഡിലൊന്ന് മുക്കിയിട്ട് ഈ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് നേരെ നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കട്ട്ലേറ്റൊക്കെ ചെയ്യണം അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം 2 എണ്ണത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഒരു സിംഗിൾ കോട്ടിങ്ങാണ് ചെയ്തെടുക്കുന്നത്. സിംഗിൾ കോട്ടിങ് ചെയ്താലും കുഴപ്പമില്ല, കാരണം ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡബിൾ കോട്ടിങ്ങിൻ്റെ അതേ എഫക്റ്റ് തന്നെ കിട്ടും. 2 പ്രാവശ്യം മുട്ടയിലിട്ട് മുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ക്രോട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാതും ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം പണി വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അധികം നേരം ഓയിലിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചിലപ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് എല്ലാം ശ്രദ്ധിക്കാൻ പറ്റില്ല, അപ്പോൾ കരിഞ്ഞു പോകും. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയും. അപ്പോൾ ഓരോന്ന് ഇട്ടിട്ട് പെട്ടെന്ന് മറച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാം. അധികം ഫ്രൈ ആവണമെന്നില്ല. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് കോരിയെടുക്കേണ്ടതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ബ്രെഡല്ലേ, ഒരുപാട് അങ്ങോട്ട് എണ്ണ കുടിക്കില്ല. സ്ലോ ഫയറിലിട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ എണ്ണ ഒരുപാട് വലിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സ് എല്ലാം റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെ തോന്നും കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാനുള്ള മിക്സ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റോ ആയിട്ട് കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജ്, അതുപോലെ തന്നെ ഒനിയൻ ചെറുതാക്കി അരിഞ്ഞത്, ക്യാരറ്റും ഒരല്പം തക്കാളി വളരെ കുറവ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ക്യാപ്സിക്കം വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഒരല്പം ഉപ്പും ഒരല്പം മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മയണൈസാണ്. മയണൈസ് മസ്റ്റാണ് കേട്ടോ. അതാണ് ഇതിന് ഷവർമ ആയതുകൊണ്ട് മയണൈസ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 മുതൽ 3 സ്പൂൺ വരെ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയണൈസ് ചേർക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ ഈ ഉള്ളിൽ നിന്നൊക്കെ ഉള്ള വെള്ളം കുറച്ച് ഇറങ്ങിയിട്ട് കുറച്ച് ലൂസായി പോണ പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ മിക്സ് റെഡി ആയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. മിക്സ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, എല്ലാം റോ ആയിട്ട് ചേർത്ത് കൊടുക്കണോണ്ട് തന്നെ. ഇനി നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ്സ് ഒന്ന് പോക്കറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നടുക ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ, ഉള്ളിൽ നല്ലൊരു പോക്കറ്റ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് കുഞ്ഞി പോക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ പോക്കറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വട്ടത്തിലല്ലാതെ നമുക്ക് സ്ക്വയറായിട്ടും ചെയ്തെടുക്കാമെന്ന്. അതേ സ്ക്വയറായിട്ട് ചെയ്ത ഒരെണ്ണമാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ബ്രെഡിൻ്റെ കറക്റ്റ് അതേ സൈസ് നമ്മുടെ അരികു മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എല്ലാ ഭാഗവും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ട് ഇത് ഡയഗണലി നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതാണ് ഈ കാണിച്ചിട്ടുള്ള ഈ ബ്രെഡ് പോക്കറ്റ്. ഇത് റൗണ്ടല്ല, സ്ക്വയറായിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് എല്ലാത്തിലും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. വേറെ ഇനി പ്രത്യേകിച്ച് ഇതിൽ എഫേർട്ട് എടുക്കാനുള്ള പണിയൊന്നുമില്ല. എല്ലാ പോക്കറ്റ്സിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഞാൻ തയ്യാറാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മയണൈസ് കുറച്ചധികം ചേർത്തുകൊണ്ട് തന്നെ കണ്ടില്ലേ, കുറച്ച് ഒരു ലിക്വിഡി ടൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മയണൈസ് ആദ്യം തന്നെ കുറവ് ചേർത്തിട്ട് അതൊന്ന് ബാലൻസ് നോക്കിയിട്ട് വേണം ബാക്കി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമേ ഈ ഒരു സ്നാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. അതുപോലെ തന്നെ ബ്രെഡ് എടുക്കുമ്പോഴും ബ്രെഡ് ഡ്രൈ ആയിട്ടുള്ളത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കുറച്ച് ഡ്രൈ ആകാത്ത സാൻഡ്വിച്ച് ടൈപ്പ് ബ്രെഡ്, സാൻഡ്വിച്ചിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ബ്രെഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ്സ് അല്ലെങ്കിൽ പോക്കറ്റ് ഷവർമ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ.